നമസ്കാരം. ഞാൻ വൈദ്യ സെൽവരാജ് മൂപ്പനാറാണ്. ഞാൻ ഇന്ന് എന്തെങ്കിലും വീഡിയോ എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോയിൽ പറയണത് പല്ല് വേദനയ്ക്കുള്ള ഒറ്റമൂലി മരുന്നാണ്. ഇന്ന് 95% ആൾക്കാർക്കും പല്ല് വേദനയുണ്ട്. അതിന് കാരണമുണ്ട്. ഈ പല്ല് വേദന വരാൻ കാരണം എന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ വലിയ രീതിയിൽ മോഡലിൽ വിചാരിച്ച് ഉപയോഗിക്കുന്ന ഒരു സാധനം പേസ്റ്റ്. പണ്ടുള്ളവർ ഇത് അറിഞ്ഞുകൊണ്ടാണ്, പണ്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഉമ്മിക്കരിയോ വേപ്പിൻ്റെ കമ്പോ കറുവക്കമ്പ് ഇങ്ങനെ കുറച്ച് ഔഷധ കമ്പുകളുണ്ട്. അതെടുത്ത് നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചവച്ചിട്ട് പല്ല് തേച്ചാൽ നമ്മൾ പ്രസ് കണക്ക് പല്ല് നല്ല വൃത്തിയാവും. രണ്ടാമത് പല്ലിന് ആരോഗ്യം കിട്ടും. അന്ന് അങ്ങനെയാണ് ആൾക്കാർ പല്ല് തേച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് കംപ്ലീറ്റും പേസ്റ്റിലേക്ക് മാറിയിരിക്കുകയാണ് നിങ്ങളെല്ലാവരും. ഇന്ന് 99% ആൾക്കാരും പേസ്റ്റ് ഇട്ട് പല്ല് തേക്കുന്നവരേ ഉള്ളൂ. ഉമ്മിക്കരി തേക്കുന്നവർ വളരെ കുറവാണ്. നിങ്ങളെ വീടുകളിൽ ഉമ്മിക്കരി തേക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പല്ലിന് യാതൊരു കേടും ഉണ്ടാകില്ല. അത് വേണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കും. അപ്പമ്മമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉമ്മിക്കരി ആയിരിക്കും തേക്കുന്നത്. പക്ഷെ അവർക്ക് പല്ലിനൊന്നും പെട്ടെന്ന് കേടും ഉണ്ടാകില്ല. കാരണം അവർ പൊളിഞ്ഞു പോവുകയുള്ളൂ. വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് പല്ല് പൊളിയും, പക്ഷെ പല്ലിന് കേടുണ്ടാവില്ല. അല്ലാത്ത സമയത്ത് ഇപ്പം ഒരു 10 വയസ്സുള്ള കുട്ടികൾക്ക്, ഞങ്ങൾക്കൊക്കെ ഈ പല്ല് വെളുന്ന് വേറെ പല്ല് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു 60, 45, 50, 60 വയസ്സൊക്കെ ആയാലേ നമ്മൾ പല്ല് പിന്നെ പല്ലിന് കേടുവരുള്ളൂ. ഇപ്പം അങ്ങനെയില്ല. ഒരു 20, 25 വയസ്സുള്ള പിള്ളേരൊക്കെ കൂടെ പല്ല് പുളിപ്പും വേദനയും ഒക്കെ ഉണ്ട്. പല്ല് പ്രശ്നമാണ്. 90% ആൾക്കാർക്കും പല്ല് കംപ്ലൈൻ്റ് ഉണ്ട്. അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ. ദയവ് ചെയ്ത് ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളുടെ. ഈ പേസ്റ്റ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാതിരിക്കുക. കാര്യം അത് കെമിക്കലാണ്. ഈ പേസ്റ്റ് എന്ന് പറയുന്നത് കെമിക്കലാണ്. ആ കെമിക്കലിൻ്റെ ദോഷം നമുക്ക് ഒരുപാട് പറ്റുന്നുണ്ട്. നമ്മളെ പല്ല് ചെത്തുപോകും, പല്ല് പുളിയുണ്ടാവും. ഈ പല്ലിൻ്റെ ഇനാമൽ പോയതിന് ശേഷമാണ് പല്ല് പുളി ഉണ്ടാവുന്നത്. ഒന്ന് അത് ഒരു ഭാഗത്ത്. രണ്ടാമത് ഭാഗത്ത് ചെത്തുപോകും. പൊടിഞ്ഞ് പല്ല് പൊടിഞ്ഞ് പോകും. നമ്മൾ ഒരു വക ഹാർഡ് ഉള്ള ഒരു സാധനം കടിക്കാൻ പറ്റില്ല. നമ്മൾ പല്ലിന് ആരോഗ്യം കാണില്ല. ഇതിനെല്ലാം കാരണക്കാരൻ ഒറ്റ ഒരു വകയേ ഉള്ളൂ, പേസ്റ്റ്. ദയവേത് കൊച്ചുകുട്ടികൾക്ക് ഒരു കാരണം വെച്ചാലും പേസ്റ്റ് കൊടുക്കരുത്. പേസ്റ്റ് എന്ന് പറയുന്ന സാധനം കെമിക്കലാണ്. കെമിക്കലിലിരുന്ന് ഉണ്ടാവുന്നതാണ് പേസ്റ്റ്. ഇത് നമുക്ക് പല്ല് തേച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ദോഷം ഉണ്ടാകുന്നത് ഈ പേസ്റ്റ് കൊണ്ടാണ്. നമുക്ക് പല്ല് കംപ്ലൈൻ്റ് വരുന്നത്. പല്ല് കംപ്ലൈൻറ്റേ ഉള്ളൂ മിക്കവാറും ഉള്ളവർക്ക്. അതുകൊണ്ട് ദയവ് ചെയ്ത് പല്ല് ഇനിയെങ്കിലും നിങ്ങൾക്ക് പല്ല് ആരോഗ്യമായിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ഉമിക്കരിയോ ചുടുകല്ല് പൊടി നല്ല ചുട്ട മണ്ണാണ്. അത് നല്ല വൈറസ് എടുക്കില്ല. എവിടെ ചുടുകല്ലുണ്ടെങ്കിലും അതുകൊണ്ട് അവിടെ അതിൻ്റെ അടുത്ത് വൈറസ് എടുക്കില്ല. വൈറസിനല്ല ഒരു ഫംഗസ് പോലും ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ പ്രത്യേക കാര്യം. ചുട്ട മണ്ണിന് വൈറസ് നശിപ്പിക്കാനുള്ള അങ്ങനെ ചാമ്പലിന് എത്ര പവറുണ്ടോ അതേ കണക്ക് ഈ ചുട്ട മണ്ണിനുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു ചാമ്പലിന് നമ്മൾ എത്ര പവറുണ്ടോ അതിന് വേറെ അണുക്കളൊന്നും കാണില്ലല്ലോ. അതേ കണക്കാണ് ഈ ചുട്ട മണ്ണ്. ചുടുകല്ലെടുത്ത്
പിന്നെ മിക്സിയിലിട്ട് നല്ലവണ്ണം മശകളെ പൊടിച്ചെടുത്ത് വെച്ചിരുന്നാലും നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് പല്ല് തേക്കുക. പല്ലും വെളുക്കും, നിങ്ങളെ പല്ലിൽ രോഗമില്ലാതെ ഉണ്ടാവാം, രോഗങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കിന് ഉമ്മിക്കരി കിട്ടാൻ പാടാണ്. ഇപ്പം പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഉമ്മിക്കരി പോലും കിട്ടാൻ പാടാണ്, അതാണ് സത്യം. നല്ല സാധനങ്ങളൊക്കെ കിട്ടാൻ വളരെ പാട് തന്നെയാണ്. പക്ഷേ കിട്ടുന്ന സ്ഥലത്തുനിന്ന് വാങ്ങുക, ഉമ്മിക്കരി വാങ്ങുക. അതിൻ്റെ ഉമ്മിക്കരിയുടെ കൂട്ടത്ത് പിന്നെ നമ്മൾ ഈ കരി മസാല പട്ടയിൽ ഉപയോഗിക്കില്ലേ, അതാണ് ലവാംഗപ്പട്ട എന്ന് പറയും. ഈ പട്ട ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരു പൊടി വേറെ 10-25 രൂപയ്ക്ക് വാങ്ങിച്ചാൽ മതി, കുറച്ച് കിട്ടും. 25-50 രൂപയ്ക്ക് വാങ്ങിച്ചാൽ തോന്നാൻ കിട്ടും. ഇതിനെ വെച്ച് പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ട് ഈ കുറേശ്ശെ അതിൻ്റെ ഉപ്പും കൂടെ, ശകലം ഉപ്പും കൂടെ ചേർക്കുക. ചേർത്ത് പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മിക്കരിയിലെ ശകലച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ എരി കണക്കാക്കി, ഒരുപാട് ഇട്ട് കളയരുത്, ഒരുപാട് എരി ഉണ്ടാകും. മറ്റേ എരിയെ കുറയ്ക്കാൻ വേണ്ടി ശകലം ഈ ലവാംഗപ്പട്ട ഇട്ട് ഒന്ന് ഉമ്മിക്കരിയും ലവാംഗപ്പട്ടയും കൂടെ ചേർത്ത് പൊടിച്ച് നിങ്ങൾ പല്ല് തേച്ച് വരിക. നിങ്ങളെ പല്ലിന് 100% കേടില്ലാതായിരിക്കും, ഒരു കേടുണ്ടാവില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല്ല് പൊളിയുന്നതല്ലാതെ, ഒരു പരുവം കഴിഞ്ഞാൽ നമുക്ക് പല്ല് പൊളിയും, അത് ഇയർക്കയാണ്. ദൈവം നമുക്ക് തരുന്നതാണ് ഈ പല്ല് പൊളിയുന്നത്. ആ സമയത്ത് നിങ്ങൾ വേറെ ഈ പല്ല് പൊളിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പല്ല് വെച്ച് കെട്ടാം, അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് പല്ല് വേദനയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പേസ്റ്റിൽ നിന്ന് ഒഴിവാക്കി, പേസ്റ്റ് കൊണ്ട് പല്ല് തേക്കുന്നതിനെ ഒഴിവാക്കുക. കാരണം എന്ന് വെച്ചാൽ പുളി ഉണ്ടായപ്പോൾ പുളിക്ക് വേണ്ടി വേറെ പേസ്റ്റ് ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു അസുഖം കൊണ്ട് ഈ പേസ്റ്റ് കൊണ്ട് വേറെ അസുഖം ഉണ്ടാക്കുമെങ്കിൽ ആ അസുഖം മാറ്റാൻ വീണ്ടും അടുത്ത സാധനം ബിസിനസ്സാണ്. നമ്മളെ വെച്ചാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. അവരെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ ഇന്ന് മെയിനാണ്. മറ്റുള്ളവരെ ഇന്നത്തെ ബിസിനസ് എന്ന് പറയും, അന്നത്തെ ബിസിനസ്സിലെന്ന് പറഞ്ഞാൽ ഗുണങ്ങളുള്ളത് മാത്രമാണ് ബിസിനസ്സാണ്. എന്തരാണ് ഓടിപ്പോയ പഴങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അവർ ബിസിനസ് ചെയ്യുന്നത്, നിത്യോപയോഗ സാധനങ്ങൾ. ഇപ്പം അങ്ങനെയല്ല, സർവത്രയും ബിസിനസ്സാണ്. അതുകൊണ്ട് അവരെ കുടുംബം നന്നാവാൻ വേണ്ടി 1000 കുടുംബത്തിന് നശിപ്പിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് ഉള്ള ബിസിനസ്സുകാരുടെ മെയിൻ പരിപാടി. എന്ത് സംഭവം നമ്മൾ വാങ്ങിച്ചാലും, കടയിൽ നിന്ന് വാങ്ങിച്ചാലും അതെല്ലാം കെമിക്കലാണ്. കെമിക്കൽ ചേരാത്ത സാധനങ്ങൾ കവർ ചെയ്ത് വരണത്, ഈ പാക്കറ്റിൽ അടിച്ച് വരണത് സർവ്വത്രയും കെമിക്കൽ തന്നെയാണ്. അത് നിങ്ങളൊന്ന് സൂക്ഷിക്കുക. ഇന്നത്തെ കാലത്ത് നമ്മൾ പാക്കറ്റ് സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കുക, നാച്ചുറലായിട്ട് സാധനം വാങ്ങിക്കുക, പൊടിച്ചെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും കുറച്ചുകൂടെ നിങ്ങൾക്ക് ആ രോഗമില്ലാതെ ജീവിക്കാം. രോഗങ്ങൾ വരുന്ന കാരണം എന്ന് വെച്ചാൽ ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ, പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അതുമായിട്ട് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നോ അത് അത്രയും കെമിക്കലാണ്. കെമിക്കലെന്ന് വെച്ചാൽ ദോഷമേ ഉള്ളൂ, നിങ്ങൾക്ക് ഗുണമുണ്ടാവില്ല. പിന്നെ ഇന്നുള്ളവർക്ക് ആർക്കും കഷ്ടപ്പെടാൻ വയ്യ, അതാണ് ഏറ്റവും വലിയ കാര്യം. കഷ്ടപ്പെടാതെ ഇരിക്കരുത് സുഹൃത്തുക്കളെ. നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഗുണമുണ്ടാവുകയുള്ളൂ. നമ്മൾ ശരീരത്തിന് അങ്ങനെ നമുക്ക് വ്യായാമം ഉണ്ടാവണം, നല്ല രീതിയിൽ വ്യായാമം ഉണ്ടായി നല്ല കഷ്ടപ്പെട്ട് വ്യായാമം ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരം ആരോഗ്യമായിട്ടിരിക്കുകയുള്ളൂ, ആശുപത്രിയിൽ പോകാതിരിക്കുകയുള്ളൂ. നമ്മൾ എത്ര ജോലി ചെയ്യാൻ പഠിക്കണം, മുറുക ജോലി ചെയ്യാൻ അത്ര മടിക്കണം, അത്രയ്ക്ക് നമുക്ക് ദോഷം നമ്മൾ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്.
ഇത് നമ്മൾ മനസ്സിലാക്കി ഈ ഇങ്ങനെയുള്ള പേസ്റ്റിനെ ഒഴിവാക്കുക. പേസ്റ്റിനെ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഈ പല്ലിൻ്റെ പല്ലിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ 100% മാറും. പിന്നെ ഉള്ള കേടിനെ നിങ്ങൾ അടുത്ത മരുന്ന് ചെയ്ത് നമ്മളതിനെ നേർവഴിക്ക് കൊണ്ടുവരാം. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഈ നമ്മൾ പല്ലിൻ്റെ കേട് വന്നുപോയി, പല്ല് വേദനയോ പുളുക്കൽ വെച്ച് നമ്മുടെ പല്ലിന് കേടായിപ്പോയി എങ്കിൽ അതിൽ നിന്ന് നമുക്ക് വേദനയും ഇതിലൊക്കെ മാറുന്നതിന് വേണ്ടി ഒരൊറ്റ ഇതാണ് കണ്ടംകത്തിരി എന്ന് പറയുന്ന സാധനം. അതിന് പേര് കണ്ടംകത്തിരിയാണ്. അത് ഗ്രാമപ്രദേശത്ത് കാണും. കണ്ടംകത്തിരി കായ എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ആരുടെ അടുത്തെങ്കിലും ചോദിച്ചാൽ കിട്ടും. ഗ്രാമപ്രദേശത്തിലുള്ളവർക്ക് മുറുക വാങ്ങിച്ച് ആരെങ്കിലും വെച്ചേക്കും. അല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ പറഞ്ഞാലും മതി, അവർ ഒപ്പിച്ച് തരും. കണ്ടംകത്തിരി കായ് അത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ തീ ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെ തീയിലാണ് ഇടുക. തീയിലെന്ന് പറയുമ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ വയ്ക്കുക, കഞ്ഞിയും കരിയൊക്കെ വീട്ടിൽ തീ കൊണ്ടുള്ള അടുപ്പിൽ വയ്ക്കുകയാണെങ്കിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ചോറൊക്കെ വെച്ചതിന് ശേഷം ലാസ്റ്റിലെ തീ കാണും. ആ കിടക്കുന്ന തീയിലാണ് ഈ കായിട്ട് കൊടുക്കുക. ഈ ശകല ഉണക്കി പൊടിച്ച് വെച്ചിരിക്കണം. പച്ചക്കായാണെങ്കിൽ അരി നല്ല തീ കൂടുതലുള്ളതിലിടണം. മറ്റേ ചെറിയ ഉണക്കിയതാണെങ്കിൽ ഈ തീയിലിട്ടാൽ മതി. ഇട്ടിട്ട് നമ്മൾ ആവി പിടിക്കും കണക്ക് ആ പുക നമ്മൾ വായിക്കകത്ത് കയറണം. തുറന്ന് വെച്ചിട്ട് തുറന്ന് വെച്ച് നമ്മുടെ പല്ലിൽ ഈ പല്ല് ഭാഗത്ത് ഇതിൻ്റെ പുക വന്ന് ഈ ഇതിൽ കൊള്ളാനായിട്ട് നമ്മളൊന്ന് ആവി പിടിച്ചാൽ മാത്രം മതി. നിങ്ങൾ ഈ പല്ലിൻ്റെ അസുഖം ഈ പൂർണ്ണമായി മാറും. പല്ല് വേദന, പല്ലിൽ വൈറസ് ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറസ് മാറി കിട്ടും. പുളുക്കടി, ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഈ കണ്ടംകത്തിരി വിതയാണ്. കണ്ടംകത്തിരിയുടെ കാ പൊടിച്ച് ഉണക്കി വയ്ക്കുക. ഈ ഉണക്കി വെച്ചിരുന്നാൽ ഇത് നമ്മൾ പല്ല് വേദന എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴുള്ള സമയത്ത് ഈ തീയിലിട്ടാൽ മതി. വേറെ ഒന്നുമല്ല. ചോറൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഈ അത് അടുപ്പിൽ നിന്ന് ശകലം തീ മാറിയിട്ട് ഈ തീ ഒരു പാത്രത്തിൽ തീ വാരിയിട്ട് അതിലിട്ട് കൊടുത്താലും മതി. ഏതെങ്കിലും ഒരു തീച്ചട്ടി ഉണ്ടെങ്കിൽ തീച്ചട്ടിയിൽ എടുത്ത് വെച്ചിട്ട് അതിൽ നമ്മൾ ഈ കണ്ടംകത്തിരി എടുത്ത് നമ്മൾ ഈ പുകയ്ക്കാനായിട്ട് തീച്ചട്ടി ഉണ്ടാകുമല്ലോ, അതിൽ നിങ്ങൾ തീ എടുത്തതിന് ശേഷം ഈ കണ്ടംകത്തിരി കായ ഉണക്കിയിട്ടുണ്ടെങ്കിൽ ഉണക്കിയതിനെ പൊടിച്ച് അതിലിട്ട് കൊടുത്താൽ മാത്രമേ അതിനൊരു പ്രത്യേക മണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മളൊരു തുണി ഒന്ന് മൂടിയിരിക്കുക. നമ്മൾ തലയിൽ കൂടെ ഒരു തുണി മൂടിയിരിക്കണം. കാര്യം ആവി പിടിക്കുന്നത് എങ്ങനെയാണോ അതേ കണക്കാണത്. ഈ കണ്ടംകത്തിരിയുടെ പുക നമ്മൾ വായിലടിക്കണം. വായിൽ നല്ല രീതിയിൽ പല്ല് എല്ലാ ഭാഗത്തും കൊള്ളുന്നത് കണക്ക് നമ്മൾ വാ തുറന്ന് അങ്ങനെ വെറുതെ ഒന്ന് ഇരുന്നാൽ മാത്രമാണ്. അപ്പോൾ ഈ അടുക്കള മുറുക എന്തെങ്കിലും അണുക്കള ശല്യങ്ങളുണ്ടെങ്കിൽ അത് മാറും. വേദനയും മാറിക്കിട്ടും. ഈ ഇരുവടിയുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും മാറും. അത് നമ്മൾ ഈ വേദന ഉള്ള സമയത്ത് അത് ചെയ്തിട്ട് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈലമ്പട്ട എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് മൈലമരം എന്ന് പറഞ്ഞാൽ അറിയാം. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങണ്ട പട്ടയിലൊക്കെ എടുക്കും. ഞാനൊന്ന് ആദിവാസിപ്പെട്ട ആളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഈ മൈലമ്പട്ട കിട്ടുന്നതാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ സിറ്റിയിൽ താമസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സിറ്റിയിലോ നാട്ടുമ്പുറത്തോ താമസിക്കുന്നത് പെട്ടെന്ന് മൈലമ്പട്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് വേറെ ഒന്നുമല്ല. നിങ്ങൾ അടുത്തിരിക്കുന്ന അങ്ങാടിക്കടയിൽ ചോദിച്ചാൽ മതി.
മൈലമര പട്ട വേണമെന്ന് പറഞ്ഞാൽ മൈലപ്പട്ട അവർ ഉണ്ടെങ്കിൽ തരും, ഇല്ലെങ്കിൽ അവർ മൈലമട്ട വരുത്തി തരും. അവർക്ക് ഈ അങ്ങാടി എടുക്കുന്നവർ ഉണ്ട്, അവരെടുത്ത് പിന്നെ ഈ പറഞ്ഞ് വെച്ച് അവർ വീണ്ടും അവർ എടുത്തുകൊണ്ട് കൊടുക്കും. അങ്ങനെ വരുത്തി തരുന്നവരുണ്ട്. അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, മൈലമ്പട്ട ചോദിക്കുക, ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് ഈ സാധനം വേണം, നിങ്ങൾ എത്ര ദിവസത്തിനകത്ത് കൊണ്ട് തരും എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. വേറെ ആൾക്കാർ മരുന്ന് കൊടുക്കുന്നവരുടെ ഇടയിൽ നിന്ന് അവർ വാങ്ങും, അത് വാങ്ങിച്ച് തരും. അപ്പോൾ നമുക്ക് മൈലമ്പട്ട ഈസിയായിട്ട് കിട്ടാൻ പറ്റും. ഈ മൈലമ്പട്ട വാങ്ങിച്ച് കൊടുക്കുന്നത് ഒന്ന് കൊണ്ടുവന്നിട്ട് ഒന്ന് ചെറുതായിട്ട് നല്ല വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് നല്ല വെയിൽ ഉള്ള സമയത്തായിരിക്കണം ഈ വെള്ളത്തിലായിട്ട് കഴുകേണ്ടത്. കഴുകിയെടുത്തിട്ട് വീണ്ടും വെയിലത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെയിലത്ത് ഉണക്കുക. വെട്ടുകത്തി ചെറുതായിട്ട് വെട്ടിയിട്ട് വെയിലത്ത് ഉണക്കുക. ഒരു 1/4 കിലോ വാങ്ങിച്ചാൽ മതി. ഈ 1/4 കിലോ തന്നെ നല്ല പിന്നെ കുറേ ദിവസത്തേക്ക് ഉണ്ടാവും. ആ 1/4 കിലോ മൈലപ്പട്ട വാങ്ങിച്ച് ഇതുപോലെ കൊണ്ടുവന്ന് പിന്നെ വെള്ളത്തിൽ ഒരു 5 ലിറ്റർ 6 ലിറ്റർ വെള്ളമെങ്കിലും വയ്ക്കണം. വെച്ചിട്ട് നല്ല രീതിയിൽ ഇതിൽ തട്ടി കഴുകണം. നല്ല വൃത്തിയാണ്. അതിൻ്റെ പൊടിയും അതിൻ്റെ വേറെ എന്തെങ്കിലുമൊക്കെ അംശങ്ങൾ അതിലുണ്ടെങ്കിൽ എല്ലാം മാറിപ്പോകും. അപ്പോൾ എല്ലാം കഴുകി വൃത്തിയായതിനു ശേഷം വീണ്ടും വെയിലത്ത് വയ്ക്കണം. വെയിലത്ത് വെച്ച് നല്ല ഉണക്കണം. ഉണക്കി ഇതിൻ്റെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചോളണം. വെട്ടുകത്തി കൊണ്ട് ചെറുതായിട്ട് വെട്ടി പീസ് ചെയ്തതിന് ശേഷം മിക്സിയിൽ ഇട്ടാൽ മതി. മിക്സിയിൽ വെച്ച് പൊടിക്കുക. നല്ല മഷി പോലെ പൊടിക്കുക. പൊടിക്കാനുള്ള പൗഡറായിട്ട് പൊടിക്കുക. പൊടിച്ചതിന് ശേഷം ഇത് നമ്മൾ ബാക്കിയുള്ളതിനെ എടുത്ത് എല്ലാം കൂടെ വാരി ഈ ബാക്കിയുള്ളതെല്ലാം എടുത്ത് ഈ പൊടി നമ്മളുടെ ഒരു പാട്ടയിലോ ഒരു പിന്നെ ചില്ലുകുപ്പിയിലോ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് ചില്ലുകുപ്പിയിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മൾ ആവശ്യം വരുന്ന സമയത്ത് ഈ പൊടി എടുത്ത് പല്ല് തേക്കുക. ഈ മൈലമ്പട്ടപ്പൊടി അത് വല്ലപ്പോൾ ഒരിക്കൽ മൈലമ്പട്ടപ്പൊടി തേച്ചാൽ മതി. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ പറഞ്ഞ കണക്കിന് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഈ മൈലമ്പട്ടപ്പൊടി തേച്ചാൽ മതിയാവും. എല്ലാ ദിവസവും ഈ പൊടി തേക്കണം. ടാരിട്ട് തേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പിന്നെ സാധാരണ നമ്മൾ ഏരിയയിൽ ഉള്ളവർക്കങ്ങ് പറഞ്ഞു കൊടുത്താൽ. ഇപ്പോൾ ഞാൻ തന്നെ ഈ പറഞ്ഞ അറിവ് മറ്റുള്ളവർ കിട്ടണമെങ്കിൽ മുറുക മറ്റുള്ളവർക്കും കൂടെ ഇതിൻ്റെ ഗുണം കിട്ടാനായിട്ട് നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ നന്ദിയാണ്. നമ്മളെ വീഡിയോ വളരെ കുറച്ച് പേരൊക്കെയാണ് കാണുന്നത്, വലിയ കാഴ്ചക്കാരില്ല. അത് കുറച്ച് കൂടുതൽ കാണാനുള്ള ഒരു ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ അനുഗ്രഹമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നല്ലതാണ് ചെയ്യുന്നത്, ഈ നന്മ ജനങ്ങളിൽ ചെന്ന് എത്തണം. എല്ലാവർക്കും ഇതൊന്നും മനസ്സിലായെങ്കിൽ അവർ എല്ലാവരും ഈ പറഞ്ഞ കണക്കിന് ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടണ്ട. എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ ഇഷ്ടം പോലെ കൊച്ചുകുട്ടികൾക്കാണ് ഈ അസുഖം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇഷ്ടം പോലെ പിള്ളേർക്ക് ഈ പല്ലിൻ്റെ അസുഖമുണ്ട്. ഇതിനെല്ലാം കാരണക്കാരൻ ആ പേസ്റ്റാണ്. ഈ പേസ്റ്റിനെ ഒഴിവാക്കിയാൽ മാത്രം മതി, നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല. പിള്ളേരുടെ കാര്യങ്ങളിൽ പിള്ളേർ ഒരു കാരണവശാലും പിള്ളേർക്ക് നിങ്ങൾ ഇത് കൊടുക്കാതിരിക്കുക ഏറ്റവും നല്ലതാണ്. പിള്ളേർക്ക് ഈ പേസ്റ്റിട്ട് പല്ല് തേക്കാതിരിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ മൈലമ്പട്ട ചൂർണം എടുത്ത് സൂക്ഷിച്ച് വെച്ച് ആഴ്ചയിൽ ഒരു ദിവസം പല്ല് തേച്ചാൽ മതി. പിന്നെ ഇത് നമ്മൾ കുടിച്ചിറക്കരുത്. പിള്ളേർക്ക് തീരെ കൊച്ചു പിള്ളേർക്ക് കൊടുക്കരുത്. കാര്യം അത് കുടിച്ചിറക്കിക്കളയും. പല്ല് തേച്ച് കുടിച്ചിറക്കിക്കളയരുത്. കാര്യം ഇത് വേറെ വിഷാംശമൊന്നുമില്ല, എന്നാലും ഇത് നമ്മൾ ഉള്ളിൽ കുടിക്കാൻ പാടില്ല. ഈ മൈലമ്പട്ട നീര് ഉള്ളിൽ പോകാൻ പാടില്ല. നമ്മൾ തുപ്പിക്കളയുക തന്നെ ചെയ്യണം. അതിനാണ് നമ്മൾ പല്ല് തേച്ചാൽ മാത്രം മതി എന്ന് പറയുന്നത്. പല്ല് തേക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നല്ല രീതിയിലോട്ട് പല്ല് തേച്ച് മൈലമ്പട്ട ചൂർണത്തിന് പല്ല് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ഒരു ആഴ്ചയിൽ ഒരിക്കൽ തേച്ചാൽ മതി. ബാക്കിയുള്ള ദിവസമെല്ലാം നമ്മൾ ഒരു ചുടുവെള്ള പൊടിയോ അല്ലെങ്കിൽ ഉമിക്കരിയോ ഇട്ട് തേച്ചാൽ നിങ്ങളെ പല്ല് ഒരു കാരണവശാലും കേടുപെടും.
നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ഈ പറയുന്നത് എന്നുകൊണ്ട് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഇങ്ങനെ അപ്പോഴേ നിങ്ങളുടെ യഥാർത്ഥ ഇത് ചികിത്സ എന്താണ്, ഇത് നന്മ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. കാര്യം ഇന്ന് എല്ലാവരും പിന്നെ എന്താ പറയുന്നത്, പിന്നെ ആഡംബരമാണ്. ആഡംബരം കൊണ്ട് ഏതൊരു പ്രയോജനമില്ല. ഇന്നെല്ലാം ആഡംബരത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ ആഡംബരത്തിൽ ജീവിച്ചിട്ട് ഏതൊരു പ്രയോജനമില്ലെന്നുള്ളത് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ അറിയാം. അത് ഇനി കുറച്ച് ഉള്ളവർക്ക് ഇനിയുള്ള കാലത്തിൽ നമ്മളെ ഈ പഴയത് എന്തൊക്കെയുണ്ടോ അതെല്ലാം തിരിച്ചു വരാൻ പോവുകയാണ്. കാര്യം ഇപ്പം നമ്മൾ ഉപയോഗിച്ചത് കംപ്ലീറ്റ് വേസ്റ്റാണ്, സർവ്വത്രയും ദോഷമാണ്. ഇനിയാണ് നമ്മൾ അത് മനസ്സിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. ഇനിയും ഈ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ അടുത്തടുത്ത വീഡിയോകൾ കാണുക. ഓരോന്നും ഓരോ ഒറ്റമൂലി മരുന്നുകൾ ഞാൻ പറഞ്ഞു തരും. അത് നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാവും. ഞാൻ മാക്സിമം ഒറ്റമൂലി മരുന്നുകളാണ് നിങ്ങൾക്ക് തരുന്നത്. ആ ഒറ്റമൂലി മരുന്നുകൾ കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും നല്ല ഗുണങ്ങളുണ്ടാകും. ഓരോ അസുഖങ്ങൾക്കും ഓരോ മരുന്നുകൾ ഞാൻ പറഞ്ഞു തരും. തരാം. ഈ മരുന്ന് ഞാൻ പറയും കണക്ക് നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. അതുകൊണ്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നടത്തുന്നു. അടുത്ത വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.